ഭാഗം ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇത് ലോക്കാവും. അതെ, അത് അനങ്ങൂല. പിന്നെ നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിലും കെട്ടിടാണെങ്കിലും ഒരാഴ്ച കൊണ്ട് ഇതിന്റെ വാളിന്റെ വർക്ക് തീർക്കാം. നമുക്ക് അതിന്റെ കോസ്റ്റിലേക്കാണ് വരേണ്ടത്. സിമെന്റ് ബോർഡിന് സ്ട്രക്ചർ ചെയ്യണം, ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. അതാണ് കോസ്റ്റിലും സമയത്തിലും ലാഭം. എന്നാലും ആ ജോയിന്റുകൾ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ഇന്നലെ നമ്മൾ ചാനൽ ഫിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 12 മണി ആയപ്പോഴേക്ക് ഇത്ര ആയില്ലേ. പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പൊട്ടിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. കാരണം ഇതൊരു ഇട്ട് പൊട്ടിക്കേണ്ട മെറ്റീരിയൽ അല്ല, ഇടാണ് എന്തായാലും. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയിൽ എല്ലാവരും ചെലവ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കാറുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പെന്റാക്കോൺ AAC പാനലുകളാണ്. വീട് പണി എളുപ്പത്തിൽ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ വീട് പണി തീർക്കാൻ, കല്ല് വേണ്ട, മണൽ വേണ്ട, സിമെന്റ് വേണ്ട, ഒന്നും ഇല്ലാതെ വീടിന്റെയോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെയോ ഒക്കെ വർക്ക് ഫാസ്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന വലിയ അളവിലുള്ള പാനലുകൾ നേരെ ചുമരിന് പകരം പടുത്തുകൊണ്ട് അല്ലെങ്കിൽ വീടിന് മേലെ ഫസ്റ്റ് ഫ്ലോർ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ഒറ്റ ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. ആ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മളെ AAC ബ്ലോക്ക് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. ആ ഒരു മെറ്റീരിയലിന്റെ അതേ മെറ്റീരിയൽ പാനൽ രൂപത്തിൽ വരികയാണ്. ഇത്രയും ഹൈറ്റിലൊക്കെ വരുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. MH ബിൽഡിംഗ് സൊല്യൂഷൻ എന്നുള്ള സ്ഥാപനത്തിലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഹംസക്ക തന്നെയാണ്. ഹായ്. ഹലോ ഹംസക്ക, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മള് അടുപ്പ് പരിചയപ്പെടുത്തി, പിന്നെ എന്തൊക്കെ പരിചയപ്പെടുത്തി? AC ബ്ലോക്ക്, ജാളികള്, ഒരുപാട് സാധനങ്ങള്, അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് വേണ്ട എല്ലാ സാധനവും കിട്ടുന്ന ഷോപ്പ് അദ്ദേഹത്തിന്റെ കേരള സ്റ്റോർ. അതിന് നമ്മൾ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനം അല്ലെ, ഒരു അടിപൊളിയായിട്ടുള്ള പാനൽ. ഇത് കൂടുതലായിട്ടുള്ള മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിലും കെട്ടിടാണെങ്കിലും ഒരാഴ്ച കൊണ്ട് ഇതിന്റെ വാളിന്റെ വർക്ക് തീർക്കാം. ഒരാഴ്ച കൊണ്ട്, ഓൺലി ഒരാഴ്ച. ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം ഇത് 2 ഇഞ്ച് 3 ഇഞ്ചിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 2 അടിയാണ്. 2 അടി വീതി ഉണ്ടാവും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 അടി 9 അടി 10 അടിയിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ജനലിന്റെ ഭാഗത്തിനോ അല്ലെങ്കിൽ വാതിലിന്റെ ഭാഗത്തോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ ഉള്ളത് ഒരു കോളേജിന്റെ വർക്കാണ്. നമ്മളൊരു ആറ്റം എന്ന് പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വർക്കാണ്. നമ്മൾ പെരിന്തൽമണ്ണന്റെ മേലെയാണ് ഉള്ളത് ഇപ്പോ. പെരിന്തൽമണ്ണ. ഓക്കെ, ഇത് കട്ട് ചെയ്ത് പറഞ്ഞാല് ഇതിൽ കട്ട് ചെയ്തു. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ അത്ര ഉറപ്പൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാം. മെറ്റീരിയൽ നമ്മൾ കാണിച്ചു കൊടുത്തു നേരത്തെ. ഇതാണ് മെറ്റീരിയൽ. ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് AAC ഉണ്ട്, സിമെന്റ് ഉണ്ട്, അലുമിനിയം, സിലിക്കൺ അത് കൂടിയുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇത് ഫിറ്റ് ആക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. 2 ചാനലുകളുടെ ഇടക്ക് നമ്മളെ പഴയ നിരപ്പലകൾ കൂട്ടി വെക്കുന്നില്ല, ആ ഒരു സിസ്റ്റത്തിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലെ, ഇതിവിടെ ചെയ്ത വാളാട്ടോ കാണുന്നത്. ഇതുപോലെ അടിയില് ഇതിന്റെ J ചാനൽ എന്ന് പറയും. ആ സാധനം നേരത്തെ ഫിറ്റ് ആയി കഴിഞ്ഞാല് മുകളില് C ചാനൽ. ഈ C ചാനലിന്റെയും J ചാനലിന്റെയും ഇടക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ ലോക്കായിട്ട് നിന്നു. ഇതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പോ ഇങ്ങനെ വരുമ്പോ നേരെ ഇവിടെ ആളുകൾ കാണുന്നുണ്ടാവും. അതായത് ജോയിന്റുകൾ വരും, സ്വാഭാവികമാണ്. ഇതെങ്ങനെ ജോയിന്റ് ചെയ്യണം അവിടെ കാണിക്കാം. ഇതില് മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. അതെ, ഒരു സീറ്റ് തന്നെ ഒരു ഭാഗം ഇങ്ങനെ ആയിരിക്കും, ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇത് ലോക്കാവും. അതെ, അത് അനങ്ങൂല. പിന്നെ അതായത് അനങ്ങൂല. ഈ ഒരു സെറ്റ് അതിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെയും ലോക്ക് ചെയ്യും, മറ്റൊന്നും ലോക്ക് വരും. ഇത് വന്നു കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വരെ നമുക്ക്, ഇത്രയാണ് മാക്സിമം അല്ലേ? അല്ല, ഇത് 10 അടി ഹൈറ്റുള്ള ഷീറ്റ് വരുന്നതെങ്കിലും നമുക്ക് എത്ര അടി ഹൈറ്റിൽ വേണമെങ്കിലും പൊക്കാം. 12 അടി ഹൈറ്റിൽ ഉണ്ടാവുമല്ലോ, കട്ട് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് 2 അടി പീസോ 4 അടി പീസോ 8 അടി പീസോ ഒക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. അതായത് ഇതുപോലുള്ള ചാനൽ ഇടക്ക് ജോയിന്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം, അതും കൊടുക്കാം. എന്നിട്ട് ഹൈറ്റ് കൂട്ടാം. അതായത് സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന പോലെ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയും ചെയ്യാം. സാധാരണ രീതിയിൽ വീട് പണി എളുപ്പമാക്കാൻ ഫസ്റ്റ് ഫ്ലോർ ഒക്കെ ആളുകൾ വെയിറ്റ് കുറക്കാനൊക്കെ നമ്മളെ സിമെന്റ് ബോർഡ് അല്ലെങ്കിൽ വി ബോർഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഏതാ പെട്ടെന്ന് തീരാ? അല്ല, അത് ഭയങ്കര രസമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഒരു കല്ല് ഒരു 35 കിലോ ഉണ്ടാവും. നമ്മൾ മെഷീൻ വെട്ടിയാൽ 35 കിലോ. നമ്മൾ ഈ ഒരു പാനല് ഇത് 2 അടി വരുന്നത്. ടോട്ടൽ ഒരു പാനലിന്റെ വെയിറ്റ് 10 അടി ഉയരം വരുന്നത് 70 കിലോനാണ്. ഇതിന്റെ 1 അടി കൂട്ടിക്കഴിഞ്ഞാൽ 35 കിലോനെ വരും. എന്ന് വെച്ചാൽ 1 അടി വീതിയിൽ 10 അടി ഉയരം നമുക്ക് വാള് ചെയ്ത് വരുമ്പോൾ വെറും 35 കിലോ വർക്ക് ചെയ്യും. അതായത് ഒരു കല്ലിന്റെ വലുപ്പത്തിൽ ഒരു പാനൽ തന്നെ അത്ര വെയിറ്റിൽ നമുക്ക് കിട്ടുകയാണ്. അത് അത്രയും വെയിറ്റ് കുറവാണ്. വീട് പഴയ വീടാണ്, പൊളിയോ എന്നുള്ള പേടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. മേലേക്ക് ഉണ്ടാക്കാൻ ഒന്നും ആലോചിക്കണ്ട, ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ ജോയിന്റിങ് നമ്മൾ പറഞ്ഞു, അതിന്റെ ഹൈറ്റ് ഒക്കെ പറഞ്ഞു. ഇത് ചെയ്യാൻ ഇപ്പോ ഇതിന്റെ ലേബർമാർ അത്ര എക്സ്പെർട്ട് തന്നെ വേണ്ടേ?
അത് തീർച്ചയായും വേണം, എക്സ്പെർട്ട് ഉള്ള ആൾക്കാരെ വേണം. അതായത് നമ്മളാളിപ്പോ വർക്ക് സൈറ്റിലായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. മജീഷ് ഭായി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതിന്റെ കാര്യങ്ങള്. അപ്പൊ ഇവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കല്ലേ? ഈ ഒരു വർക്ക് ഇതിപ്പോ മൂപ്പര് പറഞ്ഞു ഫാസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞു സ്പീഡാണ്, ഈസി ആണെന്ന്. എന്നാലും അതൊരു ഇതിന്റെ വർക്ക് എടുക്കുന്ന ആള് പറയുമ്പോ അത് വേറെ തന്നെയാണല്ലോ. അപ്പൊ ആ തല മുതൽ ഇവിടെ വരെ ഇതിന്റെ വർക്ക് കഴിഞ്ഞു. എപ്പോ തുടങ്ങിയത്? ഇന്നലെ നമ്മൾ ചാനലിൽ ഫിറ്റ് ചെയ്തു, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഏകദേശം 3/4 ഭാഗത്തോളം 3/4 ഭാഗത്തായി. 12 മണി ആയപ്പോഴേക്ക് ഇത്ര ആയില്ലേ? വർക്ക് ഫിനിഷ് ആയി. തീർക്കോ? ഇത് ഏകദേശം ഇന്ന് തീരും. ഓക്കെ. അപ്പൊ അത്രയും ഫാസ്റ്റ് ആണ് പരിപാടി. ഏകദേശം നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റോളം ഒരാഴ്ച കൊണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുക്കാം, തീർക്കാം. അപ്പൊ പിന്നെ ഈ മെറ്റീരിയലിന്റെ കാര്യം ഒന്നും കൂടെ പറയണം. അപ്പൊ നിങ്ങളെ ലേബർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഈ മെറ്റീരിയൽ ഇത് ബലം എത്രത്തോളാണ് ഇതിന്റെ ഉറപ്പ്? നല്ല സേഫ്റ്റി ആണ്. അതായത് നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ ജോയിന്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വാളിന്റെ അതേ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് കിട്ടും. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഇത് ഈ പാനലാണെന്ന് തോന്നാത്ത രീതിയിൽ എഡ്ജുകളൊക്കെ ക്ലിയർ ആവും. എല്ലാം ക്ലിയർ ആണ്. നമ്മളെ വാള് എങ്ങനെയാണോ നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെ ഫിനിഷ് ആയിട്ട് നിൽക്കും. പിന്നെ 2 അടി വരുമ്പോ ഓരോ ജോയിന്റുകൾ ഇങ്ങനെ വരികയാണ്. നമ്മൾ എന്തായാലും ഇത് പുട്ടിയിടേണ്ടി വരും അല്ലെ? ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്യാം. എന്നാലും ആ ജോയിന്റുകൾ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ക്രാക്ക് വരാണ്ടിരിക്കാൻ നമ്മൾ അതിൽ ഗമ്മി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഫൈബർ ടൈപ്പ് വരുന്നുണ്ട്, മെഷ് വരുന്നുണ്ട് ആ ജോയിന്റില്. അപ്പൊ ക്രാക്ക് വരില്ല. ക്രാക്ക് വരാതെ കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ മേലെ ഡയറക്റ്റ് പെയിന്റ് അടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റൂലേ? പെയിന്റ് അടിക്കാം. ഇനി പുട്ടിയിടാത്ത ഇതിനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെയിന്റ് അടിച്ചും യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് ചെയ്യണം എന്നുള്ള ആളുകളെ നേരെ ഇത് ഉപയോഗിക്കാം. എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുട്ടിയിടുമ്പോഴേ ഈ ക്രാക്കിനെ പേടിക്കേണ്ടേ ഉള്ളൂ അല്ലേ? പുട്ടിയില്ലെങ്കിൽ പിന്നെ ക്രാക്ക് ഇല്ലല്ലോ, ഡയറക്റ്റ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ള ആൾക്ക് ഇതൊരു ഗ്രൂ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അതും ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് പോളിഷ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഡിസൈനിന് വേണ്ടിയിട്ട് ഗ്രൂ ഫില്ല് ചെയ്യാണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ നന്ദി. പിന്നെ ഈ ഒരു മെറ്റീരിയലിന്റെ ഉറപ്പ് എന്തായാലും അറിയാം, അത് നിലത്തിട്ടാ പൊട്ടൂന്ന്. നമ്മളൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇട്ട് നോക്കട്ടെ. ഇതൊന്നും ഇട്ടാലും എന്തായാലും പൊട്ടൂല കേട്ടോ, അതൊന്നും പൊട്ടില്ല. എനിക്ക് കുറച്ച് വലിയ പീസ് തരൂ. വലിയ പീസ് തരാം. അടുത്ത പൊട്ടു കുറച്ചുകൂടി. ഇത് ഓൾറെഡി നമുക്ക് പിന്നെ ഇറക്കുമ്പോ ഡാമേജ് വന്നതാണ്. ഇതിൽ 2 കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് പൊട്ടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പൊട്ടിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. കാരണം ഇതൊരു ഇട്ട് പൊട്ടിക്കേണ്ട മെറ്റീരിയൽ അല്ല, വാള് ബിൽഡ് ചെയ്യാനുള്ളതാണ്. നമ്മൾ അടിച്ചൊക്കെ ചുമര് പൊട്ടിക്കുക, എന്നാലും അത് പൊട്ടില്ല, കമ്പിയൊന്നുമില്ല. അതായത് ഇത്ര വലിയ പാനൽ വരുമ്പോ നമ്മൾ ഇടുകയാണ് എന്തായാലും. ഓക്കെ. എന്നാലും അത്രക്ക് അങ്ങ് വന്നിട്ടില്ല അല്ലേ? ഇതിന്റെ ഒരു പാനൽ പോകുന്നുള്ളൂ. ഇത് ശരിക്കും ഒറ്റ മെറ്റീരിയൽ തന്നെയാണോ അതോ കുറെ ലെയർ വന്നിട്ട് അങ്ങനെയാണോ? ഇതിന്റെ മുകളിൽ പിന്നെ സിമെന്റ് ഷീറ്റ് ഉണ്ട്. സിമെന്റ് ഷീറ്റിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ഓക്കെ. അതായത് 3 ലെയർ ആയിരിക്കും അപ്പൊ ഇത് വരുന്നത്. നമ്മൾ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാല് അതൊരു ചോദ്യമാണ് അടുത്ത് വരാനുള്ളത്. ഇതിൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിപ്പോ ഇത് കറക്റ്റ് ഡയറക്റ്റ് കട്ട് ചെയ്ത് എടുത്തു. പക്ഷെ പ്ലംബിംഗ് ചെയ്യാൻ നമുക്ക് 2 ഇഞ്ച്, ഇത് ആകെ 2 ഇഞ്ചല്ലേ ഉള്ളേ? 1 ഇഞ്ച് കട്ട് ചെയ്യേണ്ടി വരും. 1.25 ഇഞ്ച് വരെ നമുക്ക് കട്ട് ചെയ്ത് കൺസീൽഡ് ചെയ്യാം. ആ പേടിക്കണ്ട. വയറിങ്ങും പ്ലംബിങ്ങും കുഴപ്പമില്ല, വർക്ക്ഔട്ട് ആവും. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങളെ സൈറ്റിൽ വന്നിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചിട്ടോ ഒക്കെ ക്ലിയർ ആക്കാം. ക്ലിയർ ആക്കിയിട്ടെ. അപ്പൊ ലേബർ നമുക്ക് അത്യാവശ്യം പറഞ്ഞു തന്നു. അതിനപ്പുറം നമ്മൾ ഡയറക്റ്റ് ലൈവായിട്ട് കാണുകയാണല്ലോ. ഇത് എന്ത് ചാനൽ? അത് ചാനലല്ല, ഷെഡ് വർക്ക് ചെയ്തതിന്റെ പില്ലറാണ്. അങ്ങനെയൊന്നും വേണം നിർബന്ധമില്ല. പക്ഷെ പില്ലർ എന്തായാലും ഉണ്ടാവില്ല. നമ്മള് ഷീറ്റ് ആണെങ്കിൽ നമ്മളിപ്പോ വാർത്തകളാണെങ്കിൽ അതിന് പില്ലർ ഉണ്ടാവും. ആ പില്ലറൊക്കെ ഇതിനും ഉണ്ടാവും. അതെ, പില്ലറാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാനും വേണ്ട. ഇതാണ് സാധാരണ വീടാ ചെയ്യണമെങ്കിൽ 4 കോർണറിൽ ഒരു പില്ലർ ഉണ്ടായാലും നമുക്ക് അതിനിടക്ക് കൊണ്ടുപോയി മൂട്ടാം. റൂമുകളൊക്കെ ഇങ്ങനെ ജോയിന്റ് ആക്കി. ഇത് ഇതിന്റെ ഒരു വലിയൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് റൂമുകൾ സെപ്പറേറ്റ് ചെയ്യാം. അതേപോലെ ഓഫീസ്. ഇത് നമുക്ക് വേറെ ഗുണം എന്താ വെച്ചാൽ ഇതിപ്പോ വാടക എടുക്കുന്ന കുറെ ഓഫീസ് റൂം സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അങ്ങനെ സ്ഥലങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഇത് ഞങ്ങൾ വാടക നിർത്തി പോകാന്ന് പറയുമ്പോൾ ഇത് ഊരി കൊണ്ടുപോകാം. കൊണ്ടുപോയി ആൾക്ക് ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. അതായത് റീയൂസബിൾ ആണ് ഈ മെറ്റീരിയൽ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഇവിടെ വിൻഡോ കട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു തരുമായിരുന്നു. ഈ മെഷ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിന്റ് ഫില്ല് ചെയ്താണ് നമ്മള് ജോയിന്റുകൾ ചെറിയ ക്രാക്ക് വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ വലിയൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങൾ ഇപ്പൊ ടൗണുകളിൽ നോക്കാം, ഒരു 2 നില അല്ലെങ്കിൽ 3 നില കെട്ടിയ ശേഷം അതിന്റെ മുകളിൽ വെറുതെ ഫ്ലാറ്റ് ആയിട്ട് ചിലപ്പോ ഷെഡ് ആയിട്ടുണ്ടാവും. ഒന്നിനും ഉപയോഗിക്കാൻ അറിയാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാതെ ഇരിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളില്
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. കാരണം 4 സൈഡും മറിച്ച് ഇനി എന്തെങ്കിലും വല്ല കുട്ടികൾക്ക് ട്യൂഷൻ സെന്ററോ അതല്ലെങ്കിൽ പിന്നെ ഓഫീസ് സ്പേസോ ആയിട്ട് കൺവെർട്ട് ചെയ്ത് കൊടുക്കാം. ഏത് ആവശ്യക്കാർക്കും കസ്റ്റമൈസ് ചെയ്ത് കൺവെർട്ട് ചെയ്യാവുന്ന പാനലാണ്. എന്ന് വേണമെങ്കിലും 2 ദിവസം കൊണ്ട് ഫിറ്റ് ആക്കാം. ഒരാഴ്ച മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് ഓഫീസ് സ്റ്റാർട്ട് ആക്കിയിട്ട് പോകാം. ഇനി അഥവാ നിർത്തി പോകാൻ ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചും പോകാം. നമ്മൾ ഈ മെറ്റീരിയൽ പറഞ്ഞപ്പോഴേ ഇത് ഇത്രയാട്ടോ അതിന്റെ തിക്നെസ് വന്ന ഈ മേലേക്കുള്ള സപ്പോർട്ടാണ്, നമ്മളെ സപ്പോർട്ട് അല്ല. പക്ഷെ ഈ സി ചാനൽ അറിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് സ്ക്രൂ ചെയ്തിട്ടാണ് ഡ്രിൽ ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും. മുകളിൽ ഡ്രിൽ ചെയ്തിട്ടുണ്ട്, മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അനങ്ങൂല അല്ലെ? ഓക്കെ, നമ്മള് പെരിന്തൽമണ്ണ ടൗണിലാണല്ലോ. നിങ്ങൾ പറഞ്ഞ ഒരു ഐഡിയ പ്രകാരം എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു മേലെ ആ കാണുന്ന വലിയ അത് ഇതേപോലെ കവർ ചെയ്താണ് ACP കൊണ്ട് റെഡ് ബിൽഡിംഗ് അല്ലെ? ഇനിയിപ്പോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഷീറ്റുകൾ ഉള്ള സ്ഥലങ്ങളുണ്ടാവും. ആ താഴത്തെ കാണുന്ന ഷീറ്റുകളുടെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം. അതൊരു വൃത്തികേടായി സംഭവം. ഇതോട് ചെയ്യുകയാണെങ്കിൽ ആ ബിൽഡിംഗ് പോലെ തന്നെ ഫിനിഷിംഗ് ആയി കിടക്കും, ഫുൾ ചുമരായിട്ട് തന്നെ കിടക്കും. അപ്പോ ഇനി നമുക്ക് അതിന്റെ കോസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ അത് കമ്പയർ ചെയ്യുമ്പോൾ അതിന് അത്ര പൈസ വരുന്നുള്ളൂ, ഇതിന്റെ പൈസ എത്ര വരുന്നുണ്ടെന്ന്. ഒരു പാനലായിട്ടാണോ അതോ സ്ക്വയർ ഫീറ്റ് ആയിട്ടാണോ അതിന്റെ റേറ്റ്? 2 രീതിയിലും ചെയ്ത് കൊടുക്കും. പാനല് സപ്ലൈ ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫിറ്റിംഗ് നടക്കുമ്പോൾ ഒരു 140 to 160 ആണ് സാധാരണ കേരളത്തില് ഇതിന്റെ റേറ്റ്. പല സ്ഥലങ്ങളിലും 140 മുതൽ 160, 170 വരെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള ഒരു റേറ്റ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലും അനുസരിച്ച്, കാരണം മിക്കവാറും ഇത് 2 നിലന്റെ മുകളിലോ 3 നിലന്റെ മുകളിലൊക്കെ ആയിരിക്കും വർക്ക് നടക്കുന്നത്. അപ്പോ അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ എത്തിക്കണല്ലോ. ലേബർ കോസ്റ്റ് എങ്ങനെ വരുന്നത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. ഇനിയിപ്പോ അതല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാണ് ഒരു പാനൽ, ഞങ്ങൾക്ക് ഇത്ര പാനൽ വേണം നമ്മളെ ലേബേഴ്സിന്റെ, അങ്ങനെ ഒരു ആവറേജ് 80 രൂപയാണ് ഇതിന്റെ. 80 to 95 ഒരു പാനലിന്റെ റേറ്റ്, സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഏകദേശം 90 രൂപ തന്നെയാണ് പെന്റഗന്റെ റേറ്റ് വരുന്നത്. മറ്റുള്ള കമ്പനികൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, അത് നമ്മള് പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു റീസണബിൾ ആണ്. ഇനി ഇതിന്റെ മുകളിൽ തന്നെ ലേബർ എടുക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് വളരെ പിന്നെ നല്ല രീതിയിലൊരു റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു ഏർപ്പാടും കൂടിയാണ്. അങ്ങനെയുണ്ട്. അതുപോലെ പിന്നെ ഇത് ഫിറ്റ് ആക്കി കൊടുക്കുന്നവർക്ക് നല്ല ഗുണമുള്ളതാണ്. ഇത് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഓണർമാർക്ക് ഇത് വാടക നന്നായിട്ട് കിട്ടാവുന്ന സംഭവമാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. എന്നാൽ നമ്മൾ ക്ലിയർലി ഇതിപ്പോ എവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ഒരു ക്ലിയറിലെന്ന് പറഞ്ഞത്? സ്കൂളുകള്, ഓഫീസ് സ്പേസുകള്, പിന്നെ അതേപോലെ ഓഡിറ്റോറിയം, പിന്നെ നമ്മൾ പുതിയ മറ്റേ വീടിന്റെ മുകളിൽ എന്തെങ്കിലും പർപ്പസിനായിട്ട് നമ്മൾ ഷെഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യങ്ങൾക്ക് ഇതൊക്കെ തന്നെ സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കും. അതിനൊക്കെ അപ്പുറം ചെറിയ വീടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവില്ല? തീർച്ചയായിട്ടും. നേരെ നമുക്ക് പൈസന്റെ പ്രശ്നം, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ട ഒരുപാട് ടിപ്സുകൾ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുള്ള റിസോർട്ടുകളാണ്. പല സ്ഥലങ്ങളിലും നമ്മുടെ മറ്റേ ഇടുക്കിയില്, വയനാട്, എന്തിനും നമ്മുടെ അമ്മിനിക്കാട്, കൊടികുത്തിമലയിൽ വരെ ഇതിന്റെ പാനൽ വെച്ചിട്ട് റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനത്തെ ബിൽഡിംഗ് അല്ലെങ്കിൽ വീടൊക്കെ ഉണ്ടാക്കുമ്പോ എല്ലാരും ഒന്ന് ഉറപ്പുണ്ട്. പിന്നെ ഈർപ്പം കയറും ഇതില്? ഇല്ല, ഈർപ്പം കയറില്ല. പിന്നെ ചൂട് എത്രത്തോളം ഇത് അബ്സോർവ് ചെയ്യുന്നത്? ഇത് AAC ആണ്. AAC ആകുമ്പോ ഇതിന് തന്നെ ഒരു നമ്മൾ സാധാരണ ഈ ബ്ലോക്കില് മറ്റേ സിമെന്റ് ബ്ലോക്ക് അതിന്റെ 10-1 പോലും ചൂട് അബ്സോർവ് ചെയ്യില്ല. അതിന്റെ ഉള്ളില് എയർ ബബിൾസ് ഉണ്ട്. അപ്പൊ ആ ചൂടിനെ പ്രതിരോധിക്കും. ഇനി ഇതിന്റെ റേറ്റ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇപ്പൊ വീടിന്റെ മേലേക്കൊക്കെ നമ്മൾ ബ്ലോക്കുകൾ വെച്ചിട്ട്, പല ബ്ലോക്കുകൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചർ അടിച്ചിട്ട് സിമെന്റ് ബോർഡ് വെച്ച് ചെയ്യുന്നത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റും? അതില് നമ്മൾ ഈ സിമെന്റ് ബ്ലോക്കുകളെ അപേക്ഷിച്ചിട്ട് വലിയ മാറ്റം വരില്ല. കാരണം ഇതാ പാനലിന്റെ ആവും ലാഭം. അതേസമയം AC ബ്ലോക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ട്. ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഒരു 10 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ 10 രൂപ 15 രൂപേന്റെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിത് 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 1.5 ദിവസം മതി. മൊത്തം 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഒരാഴ്ച കൊണ്ട് മൊത്തം വർക്ക് തീരും. പോയിട്ടുണ്ടാവും. പിന്നെ നനക്കലില്ല, വേണമെങ്കിൽ പുട്ടിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇത് കഴിഞ്ഞതിന്റെ പിന്നാലെ തന്നെ പെയിന്റ് ചെയ്യുക, വൈറ്റ് സിമെന്റ് അടിക്കുക, നേരെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആണ്. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ ആളുകൾ, ഞാൻ നേരത്തെ കമ്പയർ ചെയ്തപ്പോ സിമെന്റ് ബോർഡ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യും. കാരണം ഏകദേശം സെയിം ഫിനിഷ്, സെയിം ലെവലാണ്, തിക്നെസിന്റെ മാറ്റം ഉണ്ടാവും. സിമെന്റ് ബോർഡിന് സ്ട്രക്ചർ ചെയ്യണം, എന്നിട്ടാണ് ഇത് ചെയ്യാം. പക്ഷെ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതാണ് കോസ്റ്റിലും സമയത്തിലും ലാഭം. സലീം ഭായ്, ഇത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫീൽഡാണിത്. നമ്മുടെ പെരിന്തൽമണ്ണയിലാണ് ഇപ്പോൾ ഈ സൈറ്റ് ഉള്ളത്. ഈ പെരിന്തൽമണ്ണയിൽ സൈറ്റ് കാര്യങ്ങളും അതേപോലെ മലപ്പുറം ജില്ലയിലെ മൊത്തം കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ സുഹൃത്തും പാർട്ട്ണറും എൻ്റെ ബാല്യകാല എല്ലാം മുസ്തഫയാണ്. ഇതാണ് മുസ്തഫ. സലീം,
നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാലേ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പൊ പുതുതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആളുകൾ അറിഞ്ഞു വരുന്ന ഒരു മെറ്റീരിയൽ എല്ലാത്തിനും എളുപ്പമാവുന്ന മെറ്റീരിയൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോട്ടൽസ്, അതേമാതിരി ഓഡിറ്റോറിയങ്ങൾ പെട്ടെന്ന് വേണ്ടി തീർക്കേണ്ട പ്രൊജക്ട്സ് ഒക്കെ ഏറ്റവും പെട്ടെന്ന് ഇതുകൊണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് ഇപ്പോൾ 2-3-4 സൈറ്റുകൾ തന്നെ ഓൾറെഡി നിലവിലുള്ള സൈറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഇപ്പോൾ ഈ സൈറ്റുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഗവൺമെന്റ് പ്രൊജക്റ്റുകൾ, അപ്പോൾ അതൊക്കെ ഏകദേശം ഇപ്പോൾ ഇങ്ങനത്തെ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് വേറെ കാര്യമുണ്ട്, ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഉപയോഗം കൂടി വരികയാണ്. അതിന്റെ പ്രൈസും കൂടി പോവാണ്. ആർക്കും പിടിച്ചിട്ട് കിട്ടുന്നില്ല അത്. അപ്പോ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. വളരെയധികം നന്ദി കാര്യങ്ങൾ പരിചയപ്പെടുത്തിയത്. ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് വന്നാലും നമ്മളെ വിളിക്കുന്ന ഒരാളാണ് ഇത് ലേറ്റസ്റ്റ് തന്നെയാണ്. കേരള സ്റ്റർ ഹംസ. അതെ, ആ ഒരു പേരില് ഫേമസ് ആണ്. നമ്മളെ വിളിക്കുന്ന ആളുകളൊക്കെ മൂപ്പരുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതിനപ്പുറം നമ്മള് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് അടുപ്പുകൾ വല്ലതും വന്നിട്ടുണ്ടോ? പുതിയ അടുപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അടിപൊളി അടുപ്പുകൾ വന്നിട്ടുണ്ട്. റോക്കറ്റ് ഓവൻ. അത് കാണണം. തീർച്ചയായിട്ടും. വീട് പണിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, മെറ്റീരിയൽസ്, ഷോപ്പ്. അപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും. കാരണം വീട് പണി എളുപ്പത്തിലാക്കാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എളുപ്പമാക്കാൻ, ചെലവ് ചുരുക്കാൻ, ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയൽ എന്നുള്ള നിലക്കാണ് നമ്മൾ ഇത് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ക്വാളിറ്റിയിലെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. കാരണം AAC ബ്ലോക്ക് നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി മാർക്കറ്റിൽ വന്നതാണ്. അതേ മെറ്റീരിയലിൽ വരുന്ന പാനലുകളാണ്. അപ്പോൾ വി ബോർഡ് വെച്ചിട്ടും സ്ട്രക്ചർ വർക്കിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും. വീട് പണി എളുപ്പമാക്കാനുള്ള ഒരുപാട് മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൂടി ചെയ്യുമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.